പരിശുദ്ധമായ മസ്ജിദുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനുമായി അല്ലെങ്കിൽ നാം ഓരോരുത്തരുമായി ഇണങ്ങണം എന്നുള്ളത് അല്ലേ. അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ നമ്മുടെ മേൽ ഉണ്ടാകണം. നമ്മുടെ ദുആ സ്വീകരിക്കണം. നമ്മുടെ തേട്ടങ്ങൾ അല്ലാഹു കേൾക്കണം. നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു പരിഹരിക്കണം. നമ്മുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫയാക്കണം. അങ്ങനെ തുടങ്ങി അല്ലാഹുവുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങൾ നമുക്കേറെ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങൾ ഏറ്റവും അടുത്ത രീതിയിൽ നാം ആഗ്രഹിക്കാറുണ്ട്. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മഹാനായ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, മൻ അൽഫൽ മസ്ജിദ അൽഫഹുല്ലാഹ്. ഇത്രയുള്ളൂ, വളരെ ചുരുങ്ങിയ വാക്കുകളാണ്. പക്ഷേ പുണ്യപ്രവാചകന്റെ പവിത്രമായ അധരമൊഴികളിൽ നിന്ന് അടർന്നു വീഴുമ്പോൾ അത് വലിയൊരു സംഭവമാണ് അല്ലെ. ചെറിയൊരു ഹെഡിങ് ആണ്, പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ അധരമൊഴികളിൽ നിന്ന് അന്ന് അടർന്നു വീഴുമ്പോൾ, അത് പുറത്തു വരുമ്പോൾ അത് ലോകത്തിന്റെ മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ മനുഷ്യവംശത്തിന്റെ ഏറ്റവും അനുഗ്രഹമായ വാക്കാണ്. ചെറിയൊരു ഹെഡിങ് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഹബീബായ പ്രവാചകന്റെ ചെറിയൊരു വാക്ക് പോലും വലിയ പ്രതിഫലവും വലിയ അനുഗ്രഹവും വലിയ കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ വ്യക്തമായി ചരിത്രങ്ങളിലൂടെ, ചരിത്രത്തിന്റെ താളുകളിലൂടെ മാനവലോകത്തെ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും പള്ളിയുമായി ഇണങ്ങിയാൽ, അങ്ങനെ പള്ളിയുമായി ആരെങ്കിലും ബന്ധം സ്ഥാപിച്ചാൽ, പള്ളി അവന്റെ സ്വന്തം തറവാട് പോലെയായാൽ, അതായത് എന്ത് പ്രശ്നത്തിനും പരിഹാരം പള്ളിയിലാണ്. ദുആ, പള്ളിയിൽ ഒരു ദുആ ചെയ്യാണ്. അല്ലാഹുവിന്റെ ഏറ്റവും സമ്മാനം ലഭിക്കുന്നത് പള്ളിയിലാണ് എന്നുള്ള വളരെ വ്യക്തമായ ബോധത്തോടുകൂടെ പള്ളിയുമായി ഇണങ്ങിയാൽ അലിഫഹുല്ലാഹ്, അവനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണങ്ങുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയുള്ളൂ, പള്ളിയുമായി നമുക്കൊരു ബന്ധമുണ്ടാകട്ടെ. എപ്പോഴും പള്ളിയിൽ നമസ്കരിക്കാനുള്ള ആഗ്രഹം, ഒരു ദ്വര അല്ലെ, പള്ളിയുമായി ഒരു ഭേദ്യമായ ബന്ധം നമുക്ക് ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങളുമായി ഇണങ്ങുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പവിത്രമാണ്! വളരെ സിമ്പിളായ രീതിയിൽ സഹാബത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളിയുമായുള്ള ബന്ധം മരണം വരെയും കാത്തു സൂക്ഷിക്കുവാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട നസീർ സാഹിബുമായി ഒരു ദുആ വസിയത്തുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിലെ ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിചാരികമായി, നമ്മൾ വിചാരിക്കാതെയാണ് അപകടങ്ങൾ വരുന്നത് അല്ലേ. പെട്ടെന്നൊരു മരം തലയിൽ വീഴുകയും 50ഓളം സ്റ്റിച്ചുകൾ ഒരു സഹോദരിക്ക്, ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരിക്ക് വരികയും വളരെ വിഷമമായ രീതിയിലാണ്, വിഷമകരമായ രീതിയിൽ തുടരുകയാണ് ആ സഹോദരി. പവിത്രമായ ഖുർആനിന്റെ മജ്‌ലിസുകൾ, ഓരോരോ മജ്‌ലിസിൽ ഏറ്റവും വിശ്വാസവും അതിന് അൽഹംദുലില്ലാഹ് ഖിദ്മത്തും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നസീർ സാഹിബ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലാണ്. അദ്ദേഹത്തിന്റെ ആ സഹോദരിക്ക്, കുടുംബത്തിലുള്ള ആ സഹോദരിക്ക് വേണ്ടി നമ്മളെല്ലാവരും ദുആ ചെയ്യണം. പരിശുദ്ധമായ ഖുർആനിന്റെ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലായ, ആജിലായ, മുസ്തമിറായ ശിഫാഇനെ അല്ലാഹു സമ്മാനിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, ബഷീർ സാഹിബ് അടക്കം നമ്മുടെ പ്രസിഡന്റുകളൊക്കെ ഒരുപാട് പേര് അസുഖബാധിതരായി കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ സമ്മാനിക്കുമാറാകട്ടെ. ആ സഹോദരിയെയും മുഴുവൻ വിപത്തുകളെ കൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.